തൊഴിലിൽ നിന്ന് നല്ല പുരോഗതി നേടാൻ സാധ്യതയുള്ള വർഷമാണ്. അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങളും സാമ്പത്തികമായ പുരോഗതിയും ഒക്കെ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നുള്ള സമ്മാനങ്ങൾ, പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ ഒക്കെ നമുക്ക് സമ്മാനങ്ങളായിട്ട് ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു വർഷമാണ്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് എങ്കിൽ ഉറപ്പായിട്ടും വിജയം നമുക്ക് എത്തുക തന്നെ ചെയ്യും. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ ഒരു വർഷമാണിത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വിഷുവിന് എത്തിയല്ലേ, അപ്പോൾ നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇനി തുലാക്കൂറുകാരുടെ നമുക്ക് നോക്കാം. ചിത്തിരയര, ചോതി, വിശാഖം മുക്കാൽ വരുന്ന തുലാക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ്. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നല്ല സന്തോഷവും മനസ്സമാധാനവും ദേഹസുഖവും ഒക്കെ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആരോപണങ്ങളിൽ ചെന്ന് പെടുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ ഉണ്ടാക്കുക, മനപ്രയാസങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരികയും ചെയ്യും. ദാമ്പത്യ വിജയം, തൊഴിൽ പുരോഗതി, അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ വിജയം, ഇതൊക്കെ ഈ വർഷം നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. ആരോടും പ്രത്യേകിച്ച് വഴക്കിനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തൊഴിലിൽ നിന്ന് നല്ല പുരോഗതി നേടാൻ സാധ്യതയുള്ള വർഷമാണ്. ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെയാണെങ്കിലും അത് വിപുലീകരിക്കാനും അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങളും സാമ്പത്തികമായ പുരോഗതിയും ഒക്കെ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് എങ്കിൽ ഉറപ്പായിട്ടും വിജയം നമുക്ക് എത്തുക തന്നെ ചെയ്യും. ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായ ഒരു വർഷമാണിത്. തൊഴിൽപരമായ പുരോഗതി എല്ലാ മേഖലയിലുള്ളവർക്കും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണെങ്കിലും വളരെയധികം കഠിന അധ്വാനം കൊണ്ടാണ് കൂടുതൽ പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നല്ല ജോലിയിൽ ലഭിക്കുന്നതിനും നല്ല രീതിയിലുള്ള സാലറി ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഇടയ്ക്ക് തലപൊക്കുമെങ്കിലും വളരെ കൃത്യതയോടുകൂടി തന്നെ ഒരു അസുഖം വരുമ്പോൾ തന്നെ മരുന്നിന് പോവുകയും ഔഷധങ്ങൾ സേവിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൃത്യമായ നിഷ്ഠയോടുകൂടിയുള്ള ജീവിതചര്യ കൊണ്ടും കൂടെ ആവുമ്പോൾ നമുക്കതിനെല്ലാം മറികടക്കാൻ സാധിക്കുന്നതും കൂടിയാണ് കേട്ടോ. ആരോടും അമിതമായ ആത്മവിശ്വാസം വെച്ച് പുലർത്താതിരിക്കുക. കാരണം പ്രത്യേകിച്ച് ബിസിനസ്സിൽ അപ്പം നമ്മളൊരാളെ എല്ലാം ഏൽപ്പിച്ചു, ഇനി ഞാനങ്ങ് പോയില്ലെങ്കിലും അവരെല്ലാം നോക്കിക്കോളും, ഞാനങ്ങ് ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, അതിന് മറ്റൊരാൾ നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ള മൈൻഡോടുകൂടി തന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും കേട്ടോ. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത്തിനൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഒരൈക്യമത്യ അർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോകാവുന്നതേ ഉള്ളൂ. മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയൊക്കെ തന്നെ അതങ്ങ് തരണം ചെയ്ത് ഓവർകം ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. അപ്പോൾ വളരെയധികം ക്ഷമയും കൂടി നമ്മളൊന്നെടുത്താൽ നമുക്ക് വളരെ നല്ല രീതിയിൽ വിജയിച്ചു പോകാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ്. അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെ നിർമ്മിതി അല്ലെങ്കിൽ പുനരുദ്ധാരണം, ഇതിലൊക്കെ പങ്കാളികളാവാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വർഷമാണ്. കലാപ്രവർത്തനങ്ങൾ, കായിക മേഖലയിൽ നിൽക്കുന്നവർ, അതുപോലെ തന്നെ ചിത്രരചന, അങ്ങനെയൊക്കെയുള്ളവർക്ക് നല്ല വിജയങ്ങൾ നേടുന്നതിനും ജനങ്ങൾ അംഗീകരിക്കാനും അവരുടെ ആ കഴിവിനെ പെട്ടെന്ന് പുരോഗതിയിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ അതിനെ ജനശ്രദ്ധ ആകർഷിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥലം മാറ്റം ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ നൃത്തം, മ്യൂസിക്കുകൾ, പാട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ജനശ്രദ്ധ ആകർഷിക്കുകയും പെട്ടെന്ന് നമ്മളെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് പ്രാക്ടീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിച്ചു പോകാവുന്ന ഒരു വർഷമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ കാലതാമസം നേരിടുന്നവർ യഥാശക്തി വഴിപാട് ഗണപതിക്ക് സമർപ്പിച്ച് കറുകമാലയോ അല്ലെങ്കിൽ നാളികേരം ഉടയ്ക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന ഗണപതി ക്ഷേത്രത്തിൽ പ്രാധാന്യമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ച് ഒരു 9 വ്യാഴാഴ്ച തോറും ഗണപതി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി വരേണ്ടതാണ് കേട്ടോ. അതുപോലെ
സന്താനയോഗം അല്ലെങ്കിൽ കുട്ടികൾക്കില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ചെറിയൊരു വിഷമതകൾ ഈ തുലാക്കൂറുകാർക്ക് വന്നാൽ ഈ ഗണപതി ക്ഷേത്രത്തിലെ ഈ വഴിപാടുകളൊക്കെ ചെയ്താൽ ഇവർക്ക് നോർമലി അതിന് എല്ലാ കാര്യങ്ങൾക്കും ആ തടസ്സങ്ങളെല്ലാം ഒന്ന് മാറിയിട്ട് കാര്യങ്ങളൊന്ന് സ്മൂത്തായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത്, വിദേശത്തൊക്കെ പോയിട്ട് നമുക്കവിടെ നല്ലൊരു ജോലി, നമ്മൾ പ്രതീക്ഷിച്ച ഒരു ജോലി ആയിട്ടുമില്ല, തിരിച്ച് നാട്ടിൽ പോരാനും പറ്റാതെ നിൽക്കുന്നവർക്ക് ഒന്നുകിൽ ജോലി ശരിയാവുകയോ അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുകയോ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മളൊന്ന് പരിശ്രമിച്ചാൽ മതി. അതുപോലെ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പല പല തടസ്സങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുന്നതാണെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാനും അതുപോലെ പുരോഗതിയിലേക്ക് എത്താനും സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിലൊക്കെ മാതാപിതാക്കളുടെയും കൂടെ ശ്രദ്ധ ഈ വർഷം വളരെയധികം മുന്നിട്ട് ഇറങ്ങി നിങ്ങൾ ചെയ്തില്ല എങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അതിനൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവാനും ഒരു മടി അല്ലെങ്കിൽ ഒരു അലസതയൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ മതി, അപ്പോൾ അവരങ്ങ് കയറിപ്പൊക്കോളും. അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തണം. ആരോഗ്യകാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകും. അതുപോലെ വീട് പണിയുക അല്ലെങ്കിൽ നമുക്ക് വസ്തു വാങ്ങാനൊക്കെ ഇരിക്കുന്നവർ ആ പണം എടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് മറച്ചു പോയാൽ അത് നമ്മൾ ഉദ്ദേശിക്കുകയാണ്, ഇപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, ഇപ്പോൾ ഈ മാസം ഇത് ചെയ്തിട്ട് അടുത്ത മാസം നമുക്കതൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചാൽ വീണ്ടും കാലതാമസമൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടാൽ അതിന് വേണ്ടി നമ്മൾ ഇറങ്ങിക്കൊള്ളുക. ആ പൈസ എടുത്ത് വേറൊരു ആവശ്യത്തിന് മറിച്ചിട്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിലും തടസ്സങ്ങൾ നേരിടാനും ആ പ്ലാൻ തന്നെ മുടങ്ങിപ്പോവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് കാര്യസാധ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. നമുക്ക് പല പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊന്നും അല്ലാതെ ഇതിലും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ വേഗം തന്നെ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തടസ്സങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മനപ്രയാസങ്ങൾ, അതിന് ഒരുപാട് ഒന്ന് നടക്കേണ്ടതിന് 9 നടക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മൂലകുടുംബക്ഷേത്ര ദർശനമൊക്കെ നടത്താത്തവരാണ് എങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഇറങ്ങി പ്രവർത്തിച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആരോടും അമിതമായ ഒരു നമ്മൾ പറയില്ലേ, ആരോടും അമിതമായിട്ടൊരു വിശ്വാസം പുലർത്താതിരിക്കുക. കാരണം അവരെ ഏൽപ്പിച്ചാൽ അവരെല്ലാം ചെയ്തോളും, ഞാനങ്ങ് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ പോകേണ്ടത് നമ്മൾ തന്നെ പോവുക. നമുക്കൊരു ദിവസം ടൈം ഇല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ അതിൻ്റെ റിസൾട്ട് കറക്റ്റ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സാമ്പത്തികമായ ക്രമക്കേടുകളോ നഷ്ടങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത കൂടി നമ്മൾ ഒന്ന് മുന്നിൽ കാണുന്നത് നന്നായിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയുന്നത്, ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് നല്ല ഐക്യം, സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ ഒത്തുകൂടലുകൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക, സ്വന്തം അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, സ്വന്തം കർത്തവ്യത്തിൽ ഉറച്ചു നിൽക്കുക, സ്വയം ഓരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലിട്ട് വിശകലനം നടത്തി ചിന്തിച്ചുറപ്പിച്ച് ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വിജയം തന്നെയാണ് കേട്ടോ ഈ വർഷം. എന്നിരിക്കലും നമ്മൾ ദ്രവ്യലാഭം അല്ലെങ്കിൽ സമ്മാന നേട്ടം, നമുക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നുള്ള സമ്മാനങ്ങൾ, പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ ഒക്കെ നമുക്ക് സമ്മാനങ്ങളായിട്ട് ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു വർഷമാണ്. വിലപിടിപ്പുള്ള വസ്തുവകകൾ സ്വന്തമാക്കാനും അല്ലെങ്കിൽ അവ നമുക്ക് കൈവശം വെച്ച് അനുഭവിക്കാനുമൊക്കെ ഉള്ളൊരു യോഗം കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. ആരെയും നമ്മൾ വില കുറഞ്ഞ് കാണാതിരിക്കുക, ആരോടും നമ്മൾ മോശമായിട്ട് പെരുമാറാതിരിക്കുക, എല്ലാവരോടും സ്നേഹമായിട്ട് സന്തോഷമായിട്ട് നമ്മൾ സംസാരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ ഒഴിവായി മാറുകയുണ്ടാവും. കാരണം നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ തുലാക്കൂറുകാർക്ക് ഈ വർഷം അധികവും സംസാരത്തിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ അപ്പോൾ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.